ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് ഫുൾ ബോഡി ഫാറ്റ് കുറയ്ക്കാൻ പറ്റുന്ന നിത്യേന ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകൾ ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് വാമപ്പ് ചെയ്യാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35. ഒന്ന് റിലാക്സ് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് അടുത്ത വർക്കൗട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. Again 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് കാല് കുറച്ച് വൈഡായിട്ട് വെക്കാം. എന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഫ്രണ്ടിലേക്ക് ഇടിക്കുന്നത് പോലെ ചെയ്യുക. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതുപോലൊരു ഭിത്തിയിൽ ചാരി നിൽക്കുക. കാല് ഷോൾഡർ ലെവലിൽ വെക്കുക. കുറച്ച് നേരം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കാലൊക്കെ നന്നായിട്ട് ഷിവർ ചെയ്യും. പക്ഷെ വിട്ടുകൊടുക്കാതെ മാക്സിമം നിങ്ങൾ കൊണ്ട് നിൽക്കാൻ പറ്റുന്നത്രയും സമയം ചെയ്യുക. കാലിൻ്റെ വണ്ണവും നമ്മുടെ വയറിൻ്റെ വണ്ണവും ഒക്കെ കുറയാനായിട്ട് നല്ലൊരു വർക്കൗട്ടാണിത്. 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അടുത്ത വർക്കൗട്ട് ചെയ്യാം. കാല് കുറച്ച് വൈഡായിട്ട് വെക്കുക. അതിനുശേഷം നടുവ് വളയ്ക്കാതെ നേരെ നിന്നുകൊണ്ട് രണ്ട് സൈഡിലേക്കും മാക്സിമം ചെരിഞ്ഞു കൊടുക്കുക. ഓരോ വർക്കൗട്ടും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെസ്റ്റ് സമയം കൂടുതൽ വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്തോളുക. നമ്മുടെ ബ്രീത്തിങ് ലെവലൊക്കെ ഒന്ന് നോർമൽ ആയതിനു ശേഷം കണ്ടിന്യൂ ചെയ്താൽ മതി. 12, 13, 14, 15, 16, 17, 18, 19, 20. നന്നായിട്ടൊന്ന് ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ഇതുപോലെ ഒരു ചെയറിൽ നമുക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. 5, 6, 7, 8, 9, 10, 11, 12, 13,
14, 15, 16, 17, 18, 19, 20. ഇനി നമുക്ക് നമ്മുടെ മറ്റേ കാല് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട്. പിന്നെ എവിടുന്നോ ഒരു കോഴി വല്ലാണ്ട് കൂവുന്നുണ്ട്, അതിൻ്റെ ഒരു ശല്യം ഉണ്ട്. എത്ര എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടും കട്ടാവുന്നില്ല, കോഴി കൂവിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ കോഴി കൂവട്ടെ, നമുക്ക് വർക്കൗട്ടും ചെയ്യാം. 12, 13, 14, 15, 16, 17, 18, 19, 20. വീണ്ടും നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്തോ. അതിനുശേഷം അടുത്ത വർക്കൗട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി നമുക്ക് അടുത്ത കാല് വെച്ചിട്ട്, നമ്മുടെ ഇപ്പുറത്തെ കാല് വെച്ചിട്ട് നമുക്ക് വീണ്ടും ആ വർക്കൗട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. നല്ല ഫോഴ്സിൽ പഞ്ച് ചെയ്ത് കൊടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. അടുത്ത വർക്കൗട്ട് ചെയ്യാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇനി ഓപ്പോസിറ്റ് കൈ വെച്ചിട്ട് അതുപോലെ തന്നെ കുറച്ച് ഭിത്തിയിൽ നിന്ന് ദൂരെ നിന്നിട്ട് നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുത്ത് വേണം ചെയ്യാൻ. നമ്മുടെ ആം ഫാറ്റ് കുറയാനൊക്കെ വളരെ നല്ലതാണിത്. 7, 8, 9, 10, 11, 12, 13, 14, 15. നമ്മൾ എല്ലാ വർക്കൗട്ടും 2 സെക്ഷനാണ് ചെയ്യുന്നത്. വീണ്ടും ചെയർ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാം. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Opposite side. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 and 20. റിലാക്സ്. അതിനുശേഷം അടുത്ത വർക്കൗട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9,
10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. വീണ്ടും നമ്മൾ അടുത്ത കാല് വെച്ചിട്ട് സെയിം വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26. ഇത് നിങ്ങൾക്ക് മാക്സിമം എത്രയും സമയം നിൽക്കാൻ പറ്റുമോ അത്രയും ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി നമുക്ക് കുറച്ച് കൂൾ ഡൗൺ സെക്ഷൻ ചെയ്യാം. ഓരോ വർക്കൗട്ടിന് ശേഷവും നന്നായിട്ട് കൂൾ ഡൗൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കൈ ഇങ്ങനെ ബാക്കിലേക്ക് നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് കൈയും നമ്മുടെ ഈ മുട്ടിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ബാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ നിന്ന് നല്ലൊരു സ്ട്രെച്ചിങ് കിട്ടും നമ്മുടെ ബോഡിക്ക്. കൈ നേരെ തിരിച്ചു പിടിച്ചിട്ട് താഴേക്ക് വളച്ച് പിടിക്കുക. അതുപോലെ തന്നെ കൈ തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും അതുപോലെ തന്നെ ചെയ്യാം. അതിനുശേഷം ഓപ്പോസിറ്റ് കൈയിലും അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പുഷ് ചെയ്യുക. ഇനി കൈയുടെ മുട്ടിൻ്റെ അവിടെ പിടിച്ച് ബാക്കിലേക്ക് നന്നായിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. രണ്ട് കൈയും സെയിം അതുപോലെ തന്നെ ചെയ്യുക. നമുക്കിനി മറ്റേ കൈയും അതുപോലെ തന്നെ കൈയുടെ മുട്ടിൻ്റെ അവിടെ പിടിച്ചിട്ട് ബാക്കിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. ഇനി കൈയുടെ റിസ്റ്റ് ഭാഗം നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലേക്കും, ഓപ്പോസിറ്റ് സൈഡിലേക്കും സെയിം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ വർക്കൗട്ടും രണ്ട് സൈഡിലേക്കും ചെയ്യുക. വീണ്ടും നമ്മുടെ നെക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതും രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാലൊന്ന് വൈഡായിട്ട് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും ഇതുപോലെ കാലിൻ്റെ പാദത്തിൽ ടച്ച് ചെയ്യുക. മുട്ട് വളയ്ക്കാതെ ചെയ്യുക. ഇനി കാല് നന്നായിട്ട് വൈഡായിട്ട് വെച്ചിട്ട് നിലത്ത് ഇതുപോലെ ടച്ച് ചെയ്തിട്ട് നേരെ ബാക്കിലേക്കൊന്ന് വളഞ്ഞ് കൊടുക്കുക. ആദ്യമൊക്കെ എനിക്ക് ഇത്രയും നന്നായിട്ട് വളയാൻ പറ്റത്തില്ലായിരുന്നു. ഇതുപോലെ കൈ നിലത്ത് തൊടാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് വെയിറ്റ് കുറഞ്ഞതിന് ശേഷം അത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനി നമുക്കതുപോലെ തന്നെ കാലിൻ്റെ മുട്ടും നടുവും വളയ്ക്കാതെ കാലിൻ്റെ പാദത്തിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കാം. ഇതൊന്നും ആദ്യം എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ മിക്കവാറും ചെയ്ത് ഇതൊക്കെ ഇപ്പോൾ കാല് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു 10 കിലോ കുറഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഈസിയായി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് കാലിൻ്റെ പാദം നന്നായിട്ട് 2 സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. 2 കാലിൻ്റെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. കാല് ഫുള്ളായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓപ്പോസിറ്റിലേക്ക് സെയിം അതുപോലെ തന്നെ ചെയ്യാം. രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കൈ നമ്മുടെ ഹിപ്പിൽ കൊടുത്തിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക സൈഡിലേക്ക്. കാലിൻ്റെ മുട്ട് വളയ്ക്കരുത്. കാൽ കുറച്ച് വൈഡായിട്ട് വെച്ചിട്ട് മാക്സിമം എത്ര സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത്രയും ചെയ്ത് കൊടുക്കുക. ഒന്ന് ഹിപ്പ് റൊട്ടേഷൻ ചെയ്യാം. അതും 2 സൈഡിലേക്കും ഹിപ്പൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഇനി കൈ ഇതുപോലെ ഷോൾഡറിൽ വെച്ച് കാല് അടുപ്പിച്ച് വെച്ചതിന് ശേഷം 2 സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വർക്കൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.